പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒരു നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. 50 നോമ്പ് ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എന്തിനാണ് നാം ഓരോരുത്തരും നോമ്പെടുക്കുന്നത്? ഒരു കടമയ്ക്ക് വേണ്ടിയോ, വെറുതെ ഒരു കർത്തവ്യത്തിന് വേണ്ടിയോ ആണോ? നോമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ചിലരൊക്കെ നോമ്പെടുക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ആഘോഷങ്ങളോ മറ്റും വന്നു കഴിഞ്ഞാൽ അന്ന് മാത്രം നോമ്പെടുക്കാതെ ബാക്കി എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെയും കാണുകയാണ്. ഇറച്ചിക്കും മീനിനുമാണ് സാധാരണ രീതിയിൽ നാം നോമ്പെടുക്കുന്നത്. ഇറച്ചിക്കും മീനിനും നോമ്പെടുക്കാനാണ് സഭ നമ്മെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തിനാണ് നോമ്പെടുക്കുന്നത്? ഇഷ്ടമുള്ള ഭക്ഷണം ഉപേക്ഷിക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ, ഇഷ്ടമുള്ള പാപത്തെ ഉപേക്ഷിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നോമ്പിന്റെ യഥാർത്ഥമായ അടിസ്ഥാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥത്തെ ഉപേക്ഷിക്കുവാനുള്ളൊരു പരിശീലനം, നമ്മുടെ മുമ്പിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇറച്ചിയോ മീനോ ലഭിക്കുമ്പോൾ അവ ഉപേക്ഷിക്കുവാനുള്ളൊരു പരിശീലനം ഞാൻ സ്വയം നേടിയെടുക്കുമ്പോൾ, സഭ അതിലൂടെ നമ്മെ അഭ്യസിപ്പിക്കുമ്പോൾ, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അടക്കം എന്ന് പറയുന്ന കൊതിക്കെതിരായ പുണ്യം നാം പരിശീലിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഷ്ടമുള്ള പാപത്തെ ഉപേക്ഷിക്കുവാനുള്ള ശക്തി നാം സമ്പാദിക്കണം. അതാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ന് നാം നമ്മുടെ കുട്ടികളെ കൊണ്ട് നോമ്പെടുക്കാൻ പരിശീലിപ്പിക്കണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. എന്താ കാരണം എന്നറിയാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിയമപ്രകാരം 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് സഭ നോമ്പെടുക്കാൻ ആവശ്യപ്പെടുന്നതെങ്കിലും നമ്മുടെ കുട്ടികൾക്കിടയിൽ ആത്മസംയമനം എന്ന് പറയുന്ന ഒരു കഴിവ് നഷ്ടപ്പെട്ടു വരുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നോമ്പിന്റെ പരിശീലനം നൽകിക്കൊണ്ട് അവരെ അടിമപ്പെടുത്തുന്ന പാപത്തിൽ നിന്ന് വിട്ടുപോരാനുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി ഒരു പരിശീലനം, അവർ കൊതിയോടെ അവരിഷ്ടപ്പെട്ട ഭക്ഷ്യ വിഭവങ്ങൾ ഉപേക്ഷിക്കാൻ അവർ പരിശീലിക്കുമ്പോൾ അവരുള്ളിൽ തറഞ്ഞു കയറിയിരിക്കുന്ന പാപത്തിന്റെ മേഖലകൾ, മോഹം വഴി കടന്നു വന്നിട്ടുള്ള പാപത്തിന്റെ മേഖലകൾ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ആത്മസംയമനം നഷ്ടപ്പെടുന്ന പാപത്തിന്റെ മേഖലകൾ, പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാനാവാതെ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ മേഖലകൾ, എന്തോ ഒരു ദേഷ്യത്തിന് വണ്ടിയെടുത്ത് ഓടിപ്പോകുന്ന, എന്നിട്ട് അപകടം വരുത്തി വെക്കുന്ന, സ്വയം നിയന്ത്രിക്കാനാവാത്ത, മാതാപിതാക്കളെ പ്രഹരിക്കുന്ന, അങ്ങനെയുള്ള മേഖലകളിലേക്ക് നമ്മുടെ മക്കൾ കടന്നു ചെല്ലുന്ന, സ്വയം നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം, സ്വയം നിയന്ത്രിക്കാനാവാത്ത കൊതി, സ്വയം നിയന്ത്രിക്കാനാവാത്ത മോഹം, ഇവ അവരെ വളഞ്ഞു മുറുക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പെടുക്കാനുള്ള സഭ നൽകുന്ന പരിശീലനം ഈ പാപത്തിന്റെ വേരുകളെ തകർക്കുവാൻ അവർക്ക് വ്യക്തമായ ഒരു പരിശീലനമായി മാറുകയാണ്. അപ്പൊ നമ്മൾ എന്തിനാ നോമ്പെടുക്കുന്നത്? ചിലർ ചോദിക്കുന്നുണ്ട്, ഇറച്ചിയും മീനും ഉപേക്ഷിച്ച് നോമ്പെടുക്കാതിരുന്ന നോമ്പെടുത്തിന് എന്തോ ഉപകാരം? ചെറുമലബാർ സഭയ്ക്ക് മാത്രമല്ലേ നോമ്പുള്ളൂ? ലാറ്റിൻകാരൊക്കെ ഇറച്ചി മീനും കഴിക്കുന്നുണ്ടല്ലോ ഞായറാഴ്ചകളിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ പരിത്യാഗം പ്രവർത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇഷ്ടമുള്ള ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ ഇഷ്ടമുള്ള പാപത്തെ ഉപേക്ഷിക്കുവാനുള്ള ആത്മശക്തി അഭ്യസിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയട്ടെ, എത്ര ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള പരിശീലനം നേടിയാലും 50 നോമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഉപേക്ഷിച്ച പാപത്തിലേക്ക് പ്രവേശിക്കാനാണ് ശ്രമമെങ്കിൽ നാം ചെയ്യുന്ന എല്ലാ നോമ്പും എല്ലാ പരിത്യാഗപ്രവർത്തനവും വേസ്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. 50 ദിവസം മദ്യം ഉപേക്ഷിച്ചതിന് ശേഷം 50-ാം ദിവസം ഈസ്റ്ററിന്റെ അന്ന് മദ്യപിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ 50 ദിവസം നോമ്പെടുത്തിട്ട് എന്താ ഉപകാരം? മദ്യത്തിനുള്ള നോമ്പ് ക്രിസ്തു മതത്തിൽ ഇല്ലെന്നേ. കാരണം ക്രിസ്ത്യാനി മദ്യപിക്കാൻ പാടില്ല. അപ്പോൾ ചിലരുടെ വിചാരം എന്ന് പറയുന്നത് 50 ദിവസം പാപം ചെയ്യാതെ ജീവിച്ചിട്ട് 50 ദിവസം കഴിഞ്ഞ് പാപം ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുന്ന രീതിയിലാണ് ചിലർ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സഭ അതിന് വിലക്കുന്നു. അതതിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്ന് അകലെയാണ്. നോമ്പെടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇഷ്ടമുള്ള ഭക്ഷണത്തെ ഉപേക്ഷിച്ച് ആ പരിത്യാഗ പ്രവൃത്തിയിലൂടെ ദൈവം എന്നിൽ പ്രസാദിക്കുമെന്ന തെറ്റിദ്ധാരണയാണുള്ളതെങ്കിൽ
അങ്ങനെ ഒരു ദൈവം നമ്മൾ പ്രസാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനും വലിയ കുരിശുമരണം സ്വീകരിച്ചവനാ ക്രിസ്തു. നമ്മുടെ പരിത്യാഗ പ്രവൃത്തി കണ്ട് ആനന്ദിച്ചിട്ട് ഒരു സംപ്രീതനായിട്ട് അനുഗ്രഹം തരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ പരിത്യാഗ പ്രവൃത്തി ഒന്നും കർത്താവിന് ആവശ്യമില്ല. നമ്മുടെ പരിത്യാഗ പ്രവൃത്തി നാം ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ പരിത്യാഗ പ്രവൃത്തി നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനത്തിന്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കാതെ അമ്പൂസിനെ നോമ്പെടുത്തില്ല കർത്താവേ, അതുകൊണ്ട് ഇന്റെ അനുഗ്രഹം എനിക്ക് തരൂ എന്ന് പറയാനുള്ള യാതൊരു വോയിസും ഒരു ശബ്ദവും ദൈവത്തിന് മുമ്പിൽ നമുക്കില്ലെന്നുള്ള വസ്തുത മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് നമ്മൾ നോമ്പെടുക്കേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. പാപത്തെ ഉപേക്ഷിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നോമ്പ്. പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കണം, അതിന് പരിശീലനം കിട്ടണം, അതിനു വേണ്ടി സഹായിക്കുന്നതാണ് നോമ്പ്. മരുഭൂമിയിലെ പരീക്ഷയിലെ ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് 3 പ്രലോഭനവുമായി പിശാച് വരികയാണ്. ഒന്നാമത്തെ പ്രലോഭനം പണത്തിന്റെ പ്രലോഭനം, രണ്ടാമത്തെ പ്രലോഭനം പ്രശസ്തിയുടെ പ്രലോഭനം, മൂന്നാമത്തെ പ്രലോഭനം അധികാരത്തിന്റെ പ്രലോഭനം. ഈ കല്ലുകളെ അപ്പമാക്കുക എന്ന് സാത്താൻ യേശു ക്രിസ്തുവിനോട് പറയുമ്പോൾ ഭൗതികമായ സമ്പത്ത് സമ്പാദിക്കാനുള്ള വ്യഗ്രതയാണ് സാത്താൻ യേശു ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ദേവാലയത്തിന്റെ അക്കരത്തു നിന്ന് മുകളിലേക്ക് താഴേക്ക് ചാടുക, നീ ദൈവപുത്രനാണെന്ന് ആളുകൾ അറിയട്ടെ എന്നുള്ള വലിയ പ്രലോഭനം കടന്നു വരുമ്പോൾ പണമുള്ളവർക്ക് പ്രശസ്തിക്ക് വേണ്ടിയുള്ള മോഹം നൽകുന്ന പ്രലോഭനമാണ് അവിടെ കടന്നു വരുന്നത്. പണവും പ്രശസ്തിയും ഉള്ളവർ അധികാരത്തിന് വേണ്ടി തർക്കിക്കുന്നതിന്റെ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്റെ കാൽക്കൽ കുമ്പിടുക എന്ന് സാത്താൻ യേശു ക്രിസ്തുവിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്ന പ്രലോഭനം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മനുഷ്യന്റെ ഉള്ളിലുള്ള പ്രലോഭനം. 3 പ്രലോഭനം. എങ്ങനെ സമ്പാദിക്കണം, പണം ഉണ്ടാക്കണം, പണം പണം പണം. പണമാണ് ദൈവം. പണം മുഴുവൻ കിട്ടിക്കഴിഞ്ഞാലോ പ്രാഞ്ചേട്ടന്മാരെ പോലെ ആവുകയാണ്. എങ്ങനെയെങ്കിലും ഒരു പേരുണ്ടാക്കണം, പ്രശസ്തി ഉണ്ടാകണം, സിനിമയിൽ അഭിനയിക്കണം, അതെങ്ങനെ 10 പേര് അറിയണം, ഞാൻ സംഭാവന ചെയ്യുന്ന 10 പേര് അറിയണം. പ്രശസ്തിക്ക് വേണ്ടി ഓട്ടാണ്. പണവും പ്രശസ്തിയും ഉണ്ടെങ്കിലോ അധികാര കസേരകളിൽ കയറിയിരുന്ന് ഭരിക്കണം, അതിനുള്ള ഓട്ട. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, പാപത്തിൻ്റെതായ സ്വാധീനങ്ങളെ, പണം, പ്രശസ്തി, അധികാരം, ഇത് 3ൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു പരിശീലനമാണ് മരുഭൂമിയിലെ പരീക്ഷയിലൂടെ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന 40 ദിവസത്തെ ക്രിസ്തുവിന്റെ ഉപവാസ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വിഷയം. അത് തന്നെയാണ് ഈ 50 നോമ്പിൽ നാം മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്. പണം, പ്രശസ്തി, അധികാരം. പണം എന്നതിൽ തന്നെ എല്ലാ പാപങ്ങളും പെടും. പണം, സ്വർണം, കനകം അല്ലെങ്കിൽ കാമിനി എല്ലാം അതിൽപ്പെടും. പ്രശസ്തി എന്ന് പറയുന്നതിലൂടെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് സുഗലോലുപതയിലെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ദൈവമാകാനുള്ള ആഗ്രഹം, 10 പേരിനെ അറിയാനുള്ള ആഗ്രഹം, ഇതെല്ലാം പെടും. അധികാരം എന്നതിലേക്ക് കടന്നു വരുന്നത്, അധികാരം അതിൽ തന്നെ പാപമല്ല, എന്നാൽ അധികാരം സ്ഥാപിക്കണമെന്നുള്ള, എന്നും അധികാരത്തിൽ ഇരിക്കണമെന്നുള്ള ദുരയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പാപമായി മാറുകയാണ്. ഈ നോമ്പ് കാലത്ത് നോമ്പിന്റെ ചൈതന്യം ഓരോ ക്രിസ്ത്യാനിയും ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത എപ്രകാരമായിരിക്കണമെന്നുള്ള വസ്തുതയാണ് ഈ ഇത്തരണത്തിൽ പറയാൻ ആഗ്രഹിച്ചത്. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.